സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ ബോസ് കൊമ്പൻ്റെ ലൈവിൽ റൂമുണ്ട്. BR റാങ്ക്ഡ് മൂഡായിരുന്നു. ഞാനും അതിൽ എൻ്റർ ചെയ്തു. ഞങ്ങൾ ആ കളി ബൂയി അടിച്ചു ഗൈസ്. അപ്പോൾ ആ ഫുള്ള്, അതായത് ഇറങ്ങുന്നതൊന്നും അപ്ലോഡ് ചെയ്യാൻ ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. ഇപ്പോഴാണ് ഓണാക്കിയത്. അപ്പോൾ ഞാൻ ഇവിടെ പീക്കിലെത്തി ഗണ്ണ് തപ്പാണ് ഗൈസ്. ഡെസൈറ്റ്, തോംസണ്, പിന്നെ എനിക്ക് മാഗാണ് കിട്ടിയത്. ഈ 3 ഗണ്ണുകൊണ്ടും എനിക്ക് വല്ലാതൊന്നും കളിക്കാൻ അറിയത്തില്ല. പിന്നെ ഓൺലി ഹെഡ് ഷോട്ടാണ് ഗൈസ്. അപ്പോൾ ഞാൻ വല്ല MIT അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്ന് ഇങ്ങനെ തപ്പേനു ഗൈസ്. എനിക്കൊന്നും കിട്ടിയതുമില്ല. പിന്നെ ഇവിടെ ഞാൻ എനിമി ഉണ്ടോയെന്ന് ഇങ്ങനെ തപ്പേനു. അപ്പോൾ അവിടെ ഒരു ബ്ലൂ വാൾ മിന്നുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ഓനെ ഫൈറ്റ് എടുക്കാൻ നോക്കി. പക്ഷേ അവിടെ ഓനെ കണ്ടില്ല. അതിലാണ് അവിടെ ഒരു റാഫേൽ പോകണുണ്ട്. അപ്പോൾ ഞാൻ വേറെ റഷ് അടിച്ചു. ഒരു കില്ലെങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ ഒരു ഇതല്ല ഗൈസ്, മാസം അടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ റാഫേലിനെ അടിക്കാൻ പോയി. അപ്പോൾ എൻ്റെ ടീമേറ്റ് ഉണ്ടായി. ഞങ്ങൾ രണ്ടുപേരും അവനെ അടിക്കാൻ നോക്കി. അവൻ ബ്ലൂ വാൾ ഇട്ടു ഗൈസ്. കവർ ചെയ്തു. ഞാൻ ചാടി കയറാൻ നോക്കിയപ്പോൾ അവൻ ബ്ലൂ വാൾ ഇതാക്കി പുറത്തേക്ക് ഇറങ്ങി ഗൈസ്. അപ്പോൾ ഞാൻ ഓനെ ഷൂട്ട് ചെയ്യാൻ നോക്കി. അപ്പോഴാണ് മാപ്പിലോട്ട് ഞാൻ നോക്കിയത്, വലിയൊരു ഫൈറ്റ് വരാൻ പോകുന്നുണ്ട് ഗൈസ്. എന്നാലും ഞാൻ പേടിക്കാതെ ഫൈറ്റ് തന്നെ തുടർന്നു. ബട്ട് പിന്നെയും പ്ലേയേഴ്സ് എൻട്രി ചെയ്ത് പീക്കിലേക്ക് തന്നെ വരികയായിരുന്നു ഗൈസ്. ബട്ട് എനിക്ക് പേടി, എൻ്റെ സ്ക്വാഡുണ്ട്, അതായത് ഒരാളും കൂടി ഇവിടെ ഉണ്ട് എൻ്റെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ ഞാൻ ഇവനെ അടിക്കാൻ പോയി ഗൈസ്. അവൻ ഗ്ലൂ വാൾ പൊട്ടിച്ചിറങ്ങി. അപ്പോൾ ഞാൻ അവനെ അടിച്ചിടാൻ നോക്കി ഗൈസ്. കൊള്ളുന്നില്ല. ഓൺലി ഹെഡ് ഷോട്ട് ആയതുകൊണ്ട്. ബോഡിയൊക്കെ ആണെങ്കിൽ നമുക്ക് മാഗോണ്ടെങ്കിലും കൊത്തിപ്പിടിച്ചിടാനും ഗൈസ്. ഇത് അതിനൊന്നും പറ്റുന്നില്ല. ഞാൻ കുറേ ഹെഡ് ഷോട്ടിന് ട്രൈ ചെയ്ത്, ബട്ട് കൊണ്ടില്ല ഗൈസ്. ഇവനെ ഇവിടുന്ന് നോക്കി. അപ്പോഴാണ് പിന്നെയും പ്ലേസ് എൻ്റർ ചെയ്ത് ഉള്ളിലേക്ക് വരുന്നത് കണ്ടത് ഞാൻ. അതിൽ ഇവൻ എനിക്കൊരു ഹെഡ് തന്നു. അതിൽ ഞാൻ വേഗം മെഡ് അടിക്കാൻ നോക്കി. അപ്പോൾ എൻ്റെ ടീമേറ്റ് അവനെ ഫൈറ്റ് എടുത്തു. ഞാൻ വേഗം മെഡ് അടിച്ചു ഗൈസ്. എന്നിട്ട് ഞാൻ വേഗം റിപ്പയറൊക്കെ സെറ്റാക്കി പിന്നെയും ഫൈറ്റിലേക്ക് വന്നു ഗൈസ്. അപ്പോൾ അവൻ എന്നെ പിന്നെ അടിക്കാൻ വന്നു. അതിൽ ഞാൻ റൗണ്ടിൽ ബ്ലൂ വാളിട്ട് പിന്നെയും റിപ്പയർ ശരിയാക്കി പിന്നെയും ബ്ലൂ വാൾ ഇതാക്കി ഗൈസ്. അതായത് പിന്നെ ഇട്ട് അത് ഇതാക്കി. പിന്നെയും ഇവിടെ കവർ എടുത്ത് ഈ ബ്ലൂ വാൾ പൊട്ടിച്ച് നോക്കിയിരുന്നു. അപ്പോൾ അവിടെയും എനിമി ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഇവൻ അവിടെ ഫൈറ്റ് എടുക്കുമ്പോൾ ഇവനെ അടിക്കാൻ നോക്കി, കഴിഞ്ഞില്ല ഗൈസ്. അതിൽ ഇവൻ പിന്നെയും വന്നു. ഇത് വേറെ എനിമിയാണ്, ഞാൻ പറഞ്ഞില്ല കുറേ എനിമീസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ 3 ആളെ എനിക്ക് അടിക്കാൻ പറ്റില്ല. ഇവർ 3 ആളും എന്നെ അടിച്ചിട്ട് ഗൈസ്. പിന്നെ എന്നെ ഒന്ന് എലിമിനേറ്റ് ആക്കി. പിന്നെ നമ്മുടെ പ്ലെയറിന് സ്പെക്റ്റ് ആവുമല്ലോ. അപ്പോൾ ഇവൻ്റെ കളി കണ്ട് ഇവൻ അത്യാവശ്യം അടിപൊളിയായി കളിക്കുന്ന പ്ലെയറാണ് ഗൈസ്. അപ്പോൾ തന്നെ എൻ്റെ ടീമേറ്റ് എന്നെ പൊക്കി വിട്ടു ഗൈസ്. എല്ലാവരും മലയാളിയാണ് ഗൈസ്. പിന്നെ ഞാൻ പിന്നെയും പീക്കിലോട്ട് തന്നെ ഇറങ്ങാമെന്ന് വെച്ചു. കാരണം പ്ലേസിൻ്റെ എണ്ണം വളരെ കമ്മിയാണ്, 11-15 ഉള്ളൂ ഗൈസ്. അതിൽ ഞാൻ ഇറങ്ങുകയാണ്. പീക്കിൽ തന്നെ ഇറങ്ങി ഇവന് സപ്പോർട്ട് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്ക്വാഡ് വൈപ്പാകും ഗൈസ്. അപ്പം ഞാൻ ഇവിടെ തന്നെ ഇറങ്ങി. അപ്പം തന്നെ ഒരു റാഫേൽ പോകണുണ്ട്. ഓനെ ഫൈറ്റ് ചെയ്യാൻ നോക്കി ഗൈസ്. അവന് ആ കവർ എടുത്ത് അതിൽ ഞാൻ വേഗം ബ്ലൂ വാൾ ഇട്ട് അപ്പുറത്തെ സൈഡിൽ കൂടി പോകാൻ നോക്കി. ബട്ട് 2-ാം നമ്പർ എൻ്റെ ടീമേറ്റ് അവനെ ഫിനിഷ് ആക്കി. അതിൽ ഞാൻ അവൻ്റെ ലൂട്ടിൽ നിന്ന് AWM എടുത്ത് പിന്നെ കുറച്ച് ലൂട്ട് ബുള്ളറ്റ്സൊക്കെ എടുത്ത് ഗൈസ്. അൺലിമിറ്റഡ് ആമോ ആണ്, സോറി ഞാൻ പറയാൻ മറന്നതാണ്. എന്നാലും ബുള്ളറ്റ് എടുക്കാമല്ലോ ഗൈസ്. പിന്നെ ഇവിടെ ഗ്ലൂ വാൾ ഇട്ടിട്ട് ഞാൻ എനിമി ഉണ്ടോ ശ്രദ്ധിച്ചില്ല. അതിലാണ് അവിടെ നിന്ന് വെടി കേട്ടത് ഗൈസ്. അപ്പം ഞാൻ പുറത്തേക്ക് വരുന്ന ഭാഗത്ത് ഞാൻ നിന്നു ഗൈസ്. ബട്ട് ഞാൻ ബ്ലൂ വാൾ പൊട്ടിച്ചു. അപ്പോൾ അവൻ പിന്നെയും ബ്ലൂ വാളിട്ട് കവർ എടുത്തു. അതിൽ ഞാൻ പിന്നെ എന്തായാലും സോൺ എടുത്തെത്തി ഇവനെ ബ്ലൂ വാളിൽ കൊടുക്കാമെന്ന് കരുതി ഗൈസ്. അപ്പോൾ അവനും അവൻ്റെ ഗ്ലൂ വാൾ പൊട്ടിച്ചാൻ തുടങ്ങി. അപ്പോഴാണ് 1-ാം നമ്പർ അവിടുന്ന് ചാടി വന്ന്. ഞാൻ ചാടി അടിക്കാൻ കരുതിയാണ്. പക്ഷെ 1-ാം നമ്പർ ചാടി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അവനെ വൺ ടാപ്പ് അടിച്ചിട്ട് ഗൈസ്. എന്നിട്ട് ഞാനും ടീമേറ്റ്സും പുറത്തേക്ക് പോയി ഗൈസ്. പിന്നെ ഇനി ആകില്ലത് 5 അലൈവാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇതൊന്ന് കഴിച്ച് ഭക്ഷണം നോമ്പുണ്ട്. നോമ്പില്ലവർക്കൊന്ന് കമൻ്റ് അടി ഗൈസ്. എല്ലാവരും ലൈക്കും സബും ചെയ്യണം. ഞാൻ ഇത് തുറന്ന് എന്നാൽ നമുക്ക് പോയിൻ്റ് കിട്ടും. പുതിയ ഇവൻ്റ് അല്ലേ. അപ്പോൾ ആ ബോക്സിൽ പുതിയ ബണ്ടിലും കൂടി ഉണ്ട്, ആ പച്ച ബണ്ടിൽ ഗ്രീൻ കളർ. ആ ബണ്ടിൽ എടുക്കാൻ വേണ്ടി എങ്ങനെ ടോക്കൺസ് ഒരു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിതുവരെ 1000 മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ആ ബണ്ടിൽ കിട്ടുമെന്നൊന്ന് കമൻ്റ് ഇടാം. അപ്പം ഞാൻ മിനി ലോഞ്ചിങ് പാഡോട് ഞങ്ങൾ 3 ആളും മിനി ലോഞ്ചിങ് പാഡ് കൊണ്ട് ഞാനും
പിന്നെ എൻ്റെ ടീംമേറ്റ്സും ഇവിടെ വന്നിറങ്ങി. അപ്പോൾ അവിടെ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. ഇവനെ ഞാൻ വിട്ടില്ല ഗൈസ്, ഇവനെ ഫുൾ റെഡ് അടിച്ചിട്ട് പിന്നെ എൻ്റെ ടീംമേറ്റ്സ് ആ കില്ല് എനിക്ക് ഫിനിഷാക്കി തന്നു. ലാസ്റ്റ് ഒറ്റ ഒരുത്തനേ ഉള്ളൂ ഗൈസ്, അവനെ ഞങ്ങൾ തപ്പുകയാണ്. അവനെ കുറേ തപ്പി ഗൈസ്, ഞങ്ങൾക്ക് അവനെ കിട്ടിയില്ല. വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് കരുതിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അവനെ കണ്ടുപിടിക്കാൻ. ബട്ട് അവൻ ഹൈഡിങ്ങിലാണ്. ഞാൻ കുറേ ട്രൈ ചെയ്ത്, ഞാനും ഓല് രണ്ടാളും അവിടേക്കും ഞാൻ ഇവിടേക്കും പോയി. ബട്ട് അവനെ കണ്ടില്ല ഗൈസ്. ഞാൻ പിന്നെ മറ്റേ ആ ഡ്രോൺ മരത്തെ സംഭവം ഉണ്ടല്ലോ അത് വിട്ടു ഗൈസ്. 2 എണ്ണം വിട്ട്, എൻ്റെ കയ്യിൽ 2 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അത് 2ഉം വിട്ട്. ബട്ട് അവനെ കണ്ടില്ല ഗൈസ്. അതിൽ അവൻ അങ്ങോട്ട് പോയി 1 നമ്പർ. അവൻ അടിപൊളി 1 ടാപ്പ് അടിക്കുന്ന ഒരു പ്ലെയറാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു അവൻ തന്നെയാണ് എലിമിനേറ്റ് ആക്കിയതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വിട്ടു ഗൈസ്, 2ാമത്തെ ഡ്രോണും വിട്ട്. അങ്ങനെ മണ്ടി ആരും കില്ലെടുക്കുന്ന കാണാനില്ല, എന്നാൽ അവനെ കാണാനില്ല. അവനൊന്ന് പൊക്കി വിടുകയും ചെയ്യാം, അവനെ കാണാനുമില്ല ഗൈസ്. ഞാൻ പിന്നെ കൊടുക്കും വെടിവെക്കുന്നുണ്ട്, അതായത് ഇനി ചിലപ്പോൾ അവനെ കൊണ്ടാലോ. അപ്പം ഞാൻ പിന്നെ കുറച്ചും കൂടി ഹോൾഡാക്കി. അപ്പോഴാണ് അവൻ എലിമിനേറ്റ് ആയി ഗൈസ്. അങ്ങനെ നമ്മൾ ആ ബോസ് കോമ്പിൻ്റെ ലൈവ് ബൂയ.